മാർച്ച് 15 ഞായറാഴ്ച. മീനം 1. കുംഭം രാശിയിൽ നിന്ന് മീനരാശിയിലേക്ക് സൂര്യൻ മാറുന്ന ദിവസമാണല്ലോ. പിന്നെ മീനമാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവിക്ക് വളരെ പ്രധാനപ്പെട്ട മാസമാണ്. നമുക്കറിയാമല്ലോ. മീനഭരണിയും മീനപ്പൂരവും ഒക്കെ പല ദേവീക്ഷേത്രങ്ങളിലും കാവിലുമൊക്കെ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. അതുതന്നെയല്ല, മാർച്ച് 18 മുതൽ 27 വരെ ചൈത്ര നവരാത്രിയാണ്. നമ്മൾ കേരളീയരെപ്പോഴും നമ്മൾ കന്നിമാസത്തിലെ നവരാത്രി മാത്രമേ ആഘോഷിക്കുന്നുള്ളൂ. പക്ഷെ നമ്മുടെ ഭാരതത്തിലും മറ്റ് പല സ്ഥലങ്ങളിലും 4 നവരാത്രികൾ ആഘോഷിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഈ ചൈത്ര നവരാത്രി. വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് പിന്നെ നോക്കാം. അങ്ങനെ അതുപോലെ തന്നെ മഹാവിഷ്ണുവിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസമാണിത്. അപ്പം നാളെ 1-ാം തീയതിയാണ്. അപ്പം ഈ 1-ാം തീയതി ആകുമ്പം നമുക്ക് അറിയാമല്ലോ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്. 1-ാം തീയതി ആകുമ്പോൾ നമ്മൾ ഇനി ഈ ഒരു മാസം നല്ല മാസമാവണേ എന്നുള്ളൊരു വിചാരത്തോടു കൂടി നമ്മൾ പല കാര്യങ്ങളും ചെയ്യും. അതായത് കഴിയുന്ന ആശുപത്രിയിലൊന്നും പോവില്ല. പിന്നെ അർജൻ്റാണെങ്കിൽ പോകാതിരിക്കാൻ പറ്റില്ല കേട്ടോ. പക്ഷേ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ ആർക്കും അധികം കടം കൊടുക്കാതിരിക്കുകയോ കടം വാങ്ങാതിരിക്കുകയോ ഒക്കെ ചെയ്യും. കാരണം ഇനി നമ്മൾ അന്നത് ചെയ്തതുകൊണ്ട് നമുക്കിനി ഈ മാസം മുഴുവനും കടം ഉണ്ടാവണ്ട, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഈ ഒരു മാസം ഏറ്റവും സന്തോഷമായിട്ട് ദേവീപ്രീതിയോട് കൂടിയിട്ട് ദേവിയെ ഭജിച്ചുകൊണ്ട് നമ്മുടെ മഹാവിഷ്ണുവിനെയൊക്കെ നമുക്ക് ആരെയും വിട്ടുകളയാൻ പറ്റില്ലല്ലോ. എല്ലാവരെയൊക്കെ ഭജിച്ച് ഈ അടുത്ത മാസം നമുക്ക് വളരെ സന്തോഷത്തോടുകൂടി ആവട്ടെ. എന്തായാലും ശരി, നമ്മൾ നല്ല ചിന്തയും നല്ല മനസ്സും നല്ല ഭക്ഷണവും നല്ല വ്യായാമവും ഒക്കെ ആയിട്ട് നമ്മളുടെ ശരീരവും നമ്മുടെ മനസ്സും ഒക്കെ അങ്ങനെ ഉന്നതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കട്ടെ.